പത്തനംതിട്ട CPM ജില്ലാ കമ്മിറ്റി യോഗം നാളെയാണ്. നിലവിൽ കുറച്ച് സംഘർഷഭരിതമായ സാഹചര്യമാണ്. അസാധാരണ സാഹചര്യങ്ങളൊക്കെ അവിടെ നിലനിൽക്കുന്നുണ്ട്. പ്രത്യേകിച്ച് പത്മകുമാറിന്റെ പരസ്യ പ്രതിഷേധം വലിയ രീതിയിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന സമയം. അപ്പോൾ അതുകൊണ്ട് തന്നെ നാളത്തെ ജില്ലാ കമ്മിറ്റിയിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള സജീവമായ ചർച്ചകൾ നടക്കുമെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. പത്മകുമാർ ജില്ലാ കമ്മിറ്റി യോഗത്തിൽ പങ്കെടുക്കാനുള്ള സാധ്യതയും ഉണ്ട്. ശ്രീരാജ് ബാബുവാണ് നമുക്കൊപ്പം ചേരുന്നത്. ശ്രീരാജ്, കഴിഞ്ഞ ദിവസം ജില്ലാ സെക്രട്ടറി നേരിട്ടെത്തി അദ്ദേഹത്തെ സന്ദർശിച്ചിരുന്നു. അപ്പോൾ നടന്നതൊരു സൗഹൃദ സന്ദർശനമാണെന്നൊക്കെ ജില്ലാ സെക്രട്ടറി പറയുമ്പോഴും ആ സന്ദർശനത്തിന് പിന്നിലെ കാരണം എന്താണ് എന്നുള്ളത് നമുക്ക് ഏവർക്കും അറിയാവുന്നതുമാണ്. അപ്പോൾ നാളെ ജില്ലാ കമ്മിറ്റിയുണ്ട്. ഒരു നടപടിക്ക് പരസ്യമായിട്ടുള്ള ഈ പ്രതിഷേധമൊക്കെ പാർട്ടിയിൽ അങ്ങനെ ഉണ്ടാകാറുള്ളതല്ല. അപ്പോൾ ഏതെങ്കിലും തരത്തിലൊരു നടപടിക്ക് സാധ്യതയുണ്ടോ? അതിനൊക്കെ പുറമെ ഈ ജില്ലാ കമ്മിറ്റി യോഗത്തിൽ പത്മകുമാർ പങ്കെടുക്കാനുള്ള സാധ്യത എത്രത്തോളമാണ്? തീർച്ചയായും സേതു, ഇന്നലെ ജില്ലാ സെക്രട്ടറി രാജു എബ്രഹാം പത്മകുമാറിൻ്റെ വീട്ടിലെത്തി സന്ദർശിച്ച ശേഷം മാധ്യമങ്ങളെ കണ്ടിരുന്നു. അപ്പോൾ ജില്ലാ കമ്മിറ്റി യോഗത്തെപ്പറ്റി പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞത് പത്മകുമാറിന് ജില്ലാ കമ്മിറ്റി യോഗത്തിൽ പങ്കെടുക്കും, പക്ഷേ അദ്ദേഹത്തിന് അവധിയെടുക്കാനുള്ള സാധ്യതയുമുണ്ട് എന്ന് ഒന്ന് പറഞ്ഞു വെച്ചു. അതിനർത്ഥം അല്ലെങ്കിൽ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ജില്ലാ സെക്രട്ടറി രാജു എബ്രഹാമിന് അദ്ദേഹം പങ്കെടുക്കുമോ, പത്മകുമാർ ജില്ലാ കമ്മിറ്റി യോഗത്തിൽ പങ്കെടുക്കുമോ ഇല്ലയോ എന്നതിലും ഒരു തീർച്ചയില്ല എന്ന് തന്നെയാണ്. കാരണം അദ്ദേഹത്തിനും അവധിയെടുക്കാനുള്ള സാധ്യതയും മുന്നിലുണ്ട് എന്ന് പറഞ്ഞു വെക്കുകയായിരുന്നു. എന്തായാലും നാളെ ജില്ലാ കമ്മിറ്റി യോഗം ചേരും. സ്വാഭാവികമായും ഒരു പരസ്യ പ്രതികരണം CPIMൻ്റെ മുതിർന്ന നേതാവിൽ നിന്നും ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പറുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും അത് വലിയ ചർച്ചയ്ക്ക്, ജില്ലാ കമ്മിറ്റി യോഗത്തിൽ വലിയ ചർച്ചയ്ക്ക് വഴിവെക്കും. സംസ്ഥാന നേതൃത്വത്തിന് അതിൽ കടുത്ത അതൃപ്തിയുണ്ട് എന്ന് മാത്രമല്ല, ഇന്നലെ BJP നേതാക്കൾ ഉൾപ്പെടെ പത്മകുമാറിൻ്റെ വീട്ടിലെത്തിയതിലും സംസ്ഥാന നേതൃത്വത്തിന് അതൃപ്തിയുണ്ട് എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. എന്തായാലും നിലവിൽ BJP നേതാക്കൾ സന്ദർശിച്ച ശേഷം താൻ BJPയിലേക്കില്ല എന്ന പ്രതികരണം പത്മകുമാറിൻ്റെ ഭാഗത്തു നിന്നുമുണ്ടായി. SDPIയിലേക്ക് പോയാലും BJPയിലേക്ക് പോകില്ല എന്നായിരുന്നു പത്മകുമാർ നമ്മളോട് പറഞ്ഞത്. അത്തരത്തിൽ ഒരു കടുത്ത വിമർശനം അല്ലെങ്കിൽ കടുത്ത രീതിയിലുള്ള ഭാഷയിലായിരുന്നു അദ്ദേഹം BJP നേതാക്കളുടെ സന്ദർശനത്തോട് പ്രതികരിച്ചത്. ജില്ലാ പ്രസിഡന്റിനോട് അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട് എന്നും പറയുന്നു. അപ്പോൾ പത്മകുമാറിൻ്റെ അറിവോടെയല്ല BJP നേതാക്കൾ അവിടെ എത്തിയത്. പത്മകുമാറിന് അതിൽ താല്പര്യമില്ല എന്നുകൂടി പത്മകുമാർ പറഞ്ഞു വെക്കുകയാണ്. എന്നാൽ BJP നേതാക്കൾ വന്നതിൽ സംസ്ഥാന നേതൃത്വത്തിന് അതൃപ്തിയുണ്ട്. ഇക്കാര്യങ്ങളെല്ലാം തന്നെ നാളെ നടക്കുന്ന ജില്ലാ കമ്മിറ്റി വ്യക്തമാണ്.